BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കെതിരെയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കൊലക്കുറ്റം ചുമത്തി. വിധിയിൽ സന്തോഷമുണ്ടെന്ന് രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ക്രൂര കൊലപാതകമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കൊലപാതകം, ഗൂഢാലോചന, ദൃക്സാക്ഷികളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതടക്കം പോലീസ് ചുമത്തിയ മുഴുവൻ വകുപ്പുകളും നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. വയലാറിൽ RSS പ്രവർത്തകൻ നന്ദു കൃഷ്ണ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട ശേഷം തിരിച്ചടിയുണ്ടായാൽ പ്രത്യാക്രമണം നടത്തേണ്ടവരുടെ ലിസ്റ്റിൽ ഒന്നാമനായി SDPI പ്രവർത്തകർ തിരഞ്ഞെടുത്തത് രഞ്ജിത്തിന്റെ പേരായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് കരുതിക്കൂട്ടിയാണ് കൊലപാതകമെന്ന പ്രോസിക്യൂഷൻ വാദം സ്ഥിരീകരിക്കുന്നതാണ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണവും വേഗത്തിലായിരുന്നു. കേസിലെ പ്രോസിക്യൂഷന് ചാർജ് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായി സംശയലേശമന്യേ തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്ക് 302 എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ, അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. വിധിയിൽ സന്തോഷമുണ്ടെന്നും പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കുന്നതായും രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവർ കേസ് നീട്ടാനും പല പ്രാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എന്നാലും കോടതി അതിനെല്ലാം മേലെ സത്യത്തിൽ കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസമാണ് ശരിക്കും. SDPI സംസ്ഥാന നേതാവ് ഷാൻ കൊല്ലപ്പെട്ടതിന്റെ മണിക്കൂറുകൾ വ്യത്യാസത്തിലായിരുന്നു 2019 ഡിസംബർ 19 രാവിലെ 6:30 OBC മോർച്ച നേതാവ് രഞ്ജിത്തും കൊല ചെയ്യപ്പെടുന്നത്. വെള്ളക്കിണറിലെ വീട്ടിൽ ഭാര്യയുടെയും അമ്മയുടെയും 13 വയസ്സുള്ള മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. കൂടം കൊണ്ടടിച്ചും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയും മുഖം തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിലായിരുന്നു ക്രൂരകൃത്യം SDPI പ്രവർത്തകരായ പ്രതികൾ നടപ്പിലാക്കിയത്. കോടതി മാറ്റം ആവശ്യപ്പെട്ടും അഭിഭാഷകരെ ലഭ്യമല്ലെന്നും ചൂണ്ടിക്കാട്ടി വിചാരണ നീട്ടിവെക്കാനായി പ്രതികൾ സുപ്രീം കോടതിയടക്കം സമീപിച്ചതിനു ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി G. ശ്രീദേവി കേസിൽ വിധി പറഞ്ഞത്. ഷാൻ വധക്കേസും ആലപ്പുഴ സെഷൻസ് കോടതി അടുത്ത മാസം 2-ന് പരിഗണിക്കും. പതിമൂന്ന് വയസ്സുകാരിയായ മകളുടെയും അമ്മയുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കും കൊലപാതക കുറ്റത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നുള്ളതാണ് മാവേലിക്കര കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച പ്രതിഭാഗം വാദം കൂടി കേട്ടതിനു ശേഷം കേസിൽ ശിക്ഷാവിധി പറയും. ക്യാമറമാൻ മനോജിനൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.